നമസ്കാരം. ഗിഫ്റ്റ് സിറ്റി വഴി ലോകമെമ്പാടും നിക്ഷേപിക്കാം. എന്താണ് ഗിഫ്റ്റ് സിറ്റി ഫണ്ട്? നിങ്ങളുടെ പണം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഏറ്റവും മികച്ച കമ്പനികളിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ നിക്ഷേപകനാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഇതുവരെ ഇന്ത്യക്കാർക്ക് വിദേശ നിക്ഷേപം നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം RBIയുടെ ചില പരിധികളും നിയമങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ നിന്നും DSP മ്യൂച്വൽ ഫണ്ട് പുതിയ വഴി തുറന്നിരിക്കുന്നു. DSP ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ട്. ഇത് ഇന്ത്യയിലെ റീറ്റെയിൽ നിക്ഷേപകർക്കായിട്ടുള്ള ഗിഫ്റ്റ് സിറ്റിയിലെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ടാണ്. ഈ ഫണ്ട് എന്താണ്? ഇതിന്റെ പ്രാധാന്യവും ആനുകൂല്യങ്ങളും എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് നികുതി ലാഭം എന്തൊക്കെയാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, എന്താണ് ഗിഫ്റ്റ് സിറ്റി? ഗിഫ്റ്റ് സിറ്റി എന്നത് ഗുജറാത്ത് ഇന്റർനാഷണൽ ഫിനാൻസ് ടെക് സിറ്റി എന്നതിന്റെ ചുരുക്ക രൂപമാണ്. ഗുജറാത്ത് സംസ്ഥാനത്ത് അഹമ്മദാബാദിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സാമ്പത്തിക സേവന കേന്ദ്രമാണ്, അഥവാ IFSC ആണ്. ഈ ഫണ്ട് ഗിഫ്റ്റ് സിറ്റിയിൽ നിന്നായതിനാൽ ആഭ്യന്തര ഫണ്ടുകൾക്കുള്ള വിദേശ നിക്ഷേപ പരിധി അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ്സ് ഇതിന് ബാധകമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് തടസ്സമില്ലാതെ ലോകമെമ്പാടുമുള്ള കമ്പനികളിൽ നിക്ഷേപിക്കാനുള്ള അവസരം ഇതൊരുക്കുന്നു. നേരത്തെ ഗിഫ്റ്റ് സിറ്റിയിൽ നിക്ഷേപിക്കാൻ ലക്ഷക്കണക്കിന് ഡോളർ, ഏകദേശം $1.5 ലക്ഷം വരെ വേണ്ടിയിരുന്നു. എന്നാൽ ഈ ഫണ്ടിൽ വെറും $5000 കൊണ്ട് ഏകദേശം $4.15 ലക്ഷം മുതൽ നിങ്ങൾക്ക് നിക്ഷേപം തുടങ്ങാം. ഈ ഫണ്ട് ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ ഇന്ത്യൻ രൂപയെ ലോകമെമ്പാടുമുള്ള മികച്ച ഓഹരികളുമായി ബന്ധിപ്പിക്കുന്ന ഒരു വാതിലാണ്. നിങ്ങളുടെ പണം എവിടെയാണ് നിക്ഷേപിക്കുന്നത്? ഇത് വെറും US ഓഹരികളിൽ മാത്രമല്ല. ഫണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഇങ്ങനെയാണ്. 5 പ്രധാന വിപണികൾ, US, യൂറോപ്പ്, ഏഷ്യയിലെ പ്രധാന രാജ്യങ്ങളായ ജപ്പാൻ, സൗത്ത് കൊറിയ, ഹോങ്കോങ് എന്നിവിടങ്ങളിലാണ് നിക്ഷേപം നടത്തുന്നത്. $30 ബില്യൺ കൂടുതൽ വിപണി മൂല്യമുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള വലിയ കമ്പനികളിൽ മാത്രമേ നിക്ഷേപം നടത്തൂ. മൊത്തം 25 മുതൽ 30 വരെയുള്ള മികച്ച ഓഹരികളിൽ മാത്രമേ നിക്ഷേപം നടത്തൂ. US-ന് കുറഞ്ഞ പ്രാധാന്യമാണ് ഇതിൽ നൽകുന്നത്. സാധാരണ ഗ്ലോബൽ ഫണ്ടുകൾ US-ൽ 65% മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഫണ്ട് 30% മാത്രമേ US-ൽ നിക്ഷേപിക്കൂ. കാരണം കൊറിയ, യൂറോപ്പ്, മറ്റു തുടങ്ങിയ വിപണികളിലാണ് ഇപ്പോൾ കൂടുതൽ വളർച്ചാ സാധ്യത കാണുന്നത്. ലളിതമായി പറഞ്ഞാൽ നിക്കി, അഡിഡാസ്, ആമസോൺ, അലിബാബ, സാംസങ് തുടങ്ങിയ ഒരുപാട് ഗ്ലോബൽ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് ഈ ഫണ്ട് നമുക്ക് നൽകുന്നത്. എന്തൊക്കെയാണ് നികുതി ആനുകൂല്യം? സാധാരണയായി വിദേശ നിക്ഷേപം നടത്തിയാൽ നമ്മളാണ് നികുതി കൊടുക്കേണ്ടി വരുന്നത്. ഈ ഫണ്ടിൽ ലാഭത്തിന്മേലുള്ള നികുതി അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നിങ്ങൾ അല്ല അടയ്ക്കുന്നത്, മറിച്ച് ഈ ഫണ്ട് തന്നെ ആയിരിക്കും അടയ്ക്കുന്നത്. നിങ്ങൾ ഫണ്ട് റിഡീം ചെയ്യുമ്പോൾ നികുതി അടച്ചതിന് ശേഷമുള്ള തുകയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് പിന്നീട് നികുതി അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളും 2 വർഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് നികുതി അടച്ചുകൊണ്ട് തന്നെ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇതിന്റെ റിട്ടേൺസ് എൻജോയ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വിദേശ നിക്ഷേപം നടത്തുമ്പോൾ നിങ്ങളുടെ ആദായ നികുതി റിട്ടേണിൽ വിദേശ ആസ്തികൾ റിപ്പോർട്ട് ചെയ്യണം. അത് തെറ്റിയാൽ വലിയ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഈ ഫണ്ടിൽ നിക്ഷേപിക്കുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന ആവശ്യമില്ല. ഈ ഫണ്ടിൽ നിക്ഷേപം തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എളുപ്പമാണ്. ചുരുക്കി പറഞ്ഞാൽ DSP ഗ്ലോബൽ ഇക്വിറ്റി ഫണ്ട് വഴി നിങ്ങൾക്ക് $5000 ലോകമെമ്പാടും നിക്ഷേപിക്കാനുള്ള അവസരമാണ് തുറന്നു കിട്ടുന്നത്. നികുതിയും മറ്റ് നിയമപരമായ തലവേദനകളെല്ലാം ഫണ്ട് ഏറ്റെടുക്കും. ഏറ്റവും മികച്ച ഗ്ലോബൽ ഓഹരികൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ചേർക്കപ്പെടും. ഇതൊരു നിക്ഷേപോപദേശമല്ല. കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ എക്സ്പെർട്ട് ടീമുമായിട്ട് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്തുകൊണ്ട് ഈ ഫണ്ടിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു. This video is meant only for educational and awareness purposes. The information shared should not be construed as investment advice or recommendation.